ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മളുടെ സെക്കൻഡ് ഡേ ആണ് മണാലിയിൽ. സോ നമ്മൾ രാവിലെ തന്നെ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ ഒരു മീൻസ് എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഒരു സ്റ്റാർട്ടിങ് ഒട്ടും മെനയിലാണ്ട് തുടങ്ങിയത്. സോ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ തുടങ്ങാമെന്ന്. ആൻഡ് ഇന്നലെ നമ്മൾ വ്ളോഗൊക്കെ നിർത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. സ്നോഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നോഫോൾ. മണാലി സ്നോഫോൾ വന്നു ഗായ്സ്. ഈ ഏരിയയിൽ ഇവിടുത്തെ ഫസ്റ്റ് സ്നോഫോളാന്ന് പറഞ്ഞേ. രാത്രി അത്യാവശ്യം കുറേ നേരം നിന്നായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് ബാൽക്കണിയിൽ നിന്ന് ഒരു വ്യൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. സോ അന്നേരം ആ മൗണ്ടെയിൻസ് ഒക്കെ നോർമൽ കളറിലല്ല ഇരുന്നത്. ഇപ്പം ആ മൗണ്ടെയിൻസ് ഒക്കെ വൈറ്റ് കളറായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോൾ ആ വ്യൂ ഒക്കെ കണ്ടിരുന്ന ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ ബ്ലാക്ക് ടീം ബ്രെഡും ജാമും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ തണുപ്പത്തിരുന്ന് നല്ല ചൂട് ചായ കുടിക്കാൻ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അതുമാത്രമല്ല ഇങ്ങനെ മഞ്ഞിൻ്റെ എന്താ പറയുക മൗണ്ടെയിൻസ് അടിപൊളി മഞ്ഞുള്ള ഇങ്ങനെ മൗണ്ടെയിൻസ് ഒക്കെ കണ്ടിരുന്ന് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവമല്ലല്ലോ. ഭയങ്കര രസമുണ്ടാകും. തണുപ്പ് നല്ല തണുപ്പുണ്ട്. കൈ മരയിച്ച് പോലെ തണുപ്പാണ്. വായിന്ന് സംസാരിക്കുമ്പോൾ പുക ഉണ്ട്. പക്ഷെ എന്തോ വീഡിയോയിൽ കിട്ടുള്ളല്ലോ പുക ഉള്ളത്. രസമായിട്ടുണ്ട്. സോ നമ്മളിന്ന് സ്നോ ഉള്ള സ്ഥലത്തേക്കാണ് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അവിടെ സ്നോ ഉണ്ടാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോഴത്തെ ഈ ഒരു ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് എനിക്ക് സ്നോ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇന്നലെ ഓൾറെഡി നമ്മൾ ഉച്ച ടൈമിൽ സിസൂലൊക്കെ സ്നോഫോൾ ആയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ആ ടൈമിൽ ഞാനിവിടെ ഈ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു ഇവിടെയൊക്കെ മഞ്ഞ് പെയ്യുമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ അങ്ങനെ മഞ്ഞ് പെയ്യില്ല എന്നായിരുന്നു. പക്ഷെ നമുക്ക് ഇന്നലെ എന്തോ ലക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഇവിടെ മഞ്ഞ് പെയ്ത് രാത്രി. സോ അതുകൊണ്ടായിരിക്കും ഇത്ര മൗണ്ടെയിൻസിലൊക്കെ ഇതിന് മാത്രം മഞ്ഞ് വന്നേക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മുടെ എന്തായാലും നല്ല രസമുണ്ട്. അവിടെ ഇന്ന് വിറക്കുന്നുണ്ട്. അപ്പം നമുക്കിനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. റെഡി ആയിട്ട് പിന്നെ നമുക്ക് എവിടെ നമ്മളിന്ന് പോകണം? സോളങ് വാലിയാ. സോളങ് വാലി പോവും. സോളങ് വാലി പോയിട്ട് അവിടെ എങ്ങാനും മഞ്ഞില്ല എന്നാണെങ്കിൽ നമ്മൾ സിസൂലോ അല്ലെങ്കിൽ എന്നാ കട്ടർടണൽ വഴി സിസു അല്ലെങ്കിൽ വേറെ എവിടെ പറഞ്ഞാൽ ഏതൊരു സ്ഥലം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് പോകാം. പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം നമ്മുടെ ഡ്രൈവറിന്. സോ ചിലപ്പോൾ സോളങ് വാലിയിൽ സ്നോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇന്നലെ സ്നോഫോൾ ഉണ്ടായതുകൊണ്ട് എനിക്കറിയില്ല കറക്റ്റ് എങ്ങനെയാണെന്ന്. സോ നമുക്ക് പോയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ആൻഡ് അത് വന്നിട്ട് എന്തോ ബോഹയോ അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. എനിക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിയില്ല കേട്ടോ. എന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് ഇത് പറാത്ത. ആൻഡ് ഇതിൻ്റെ കൂടെ കേട് കിട്ടും, പിക്കിൾ കിട്ടുന്നുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഈ രണ്ട് സാധനവും കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. സോ ഇത് രണ്ടുമാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മുടെ വണ്ടി വന്നു. നമ്മൾ ഫ്രഷപ്പ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി വന്നു. സോ നമ്മൾ വണ്ടിയിലിപ്പോൾ സോളങ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഓൺ വോയിസ് ചെയ്തതായിരുന്നു. പക്ഷേ നമ്മുടെ വണ്ടിയിൽ ഡ്രൈവർ ഏട്ടൻ മറ്റേ പാട്ട് വെച്ചിട്ടുണ്ടായി. സോ അത് കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ആ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. സോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മൗണ്ടെയിൻ്റെ മേളിലേക്കാണ്. ഞാൻ പറഞ്ഞത് സോളങ് വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ പോണ വഴിയിൽ നമുക്കിനി റെൻറ്റിന് ഡ്രസ്സ് എടുക്കാൻ കയറണം. സോ നമ്മൾ റെൻറ്റിനുള്ള ഡ്രസ്സ് എടുക്കാനുള്ള ഷോപ്പിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ നമ്മൾ ഓരോരോ വളവ് ഇങ്ങനെ കയറി മേളിലേക്ക് ചെല്ലുന്തോറും ഇങ്ങനെ മഞ്ഞിൻ്റെ അളവ് കൂടി വരുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്കത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സൈഡിൽ കൂടെ ഇപ്പോൾ ഒരു റിവറാണ് ഈ കാണുന്നത്. ഇപ്പം അതിനകത്ത് വെള്ളം ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് ഇച്ചിരി മാത്രമാണ് ഒഴുകുന്നുള്ളൂ. പക്ഷെ ശരിക്കും മഴക്കാല സമയത്ത് അത് മൊത്തത്തിൽ വെള്ളം വന്ന് നിറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഡ്രൈവർ ഏട്ടൻ പറഞ്ഞത്. ആൻഡ് ഇപ്പോൾ ടൂറിസ്റ്റ് ടൈം, നമ്മുടെ സീസൺ ടൈം ആയതുകൊണ്ട് ടൂറിസ്റ്റ്സൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് അവിടെ. സോ നിങ്ങൾ ആരെങ്കിലും പോകാൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ പോകുന്ന അടിപൊളിയായിരിക്കും കേട്ടോ. നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു മണാലി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ടൈമാണ്. സോ നമുക്കിനി ഷോപ്പിലെത്തിയിട്ട് കാണാം. ഇതേ കാണുന്ന നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മഞ്ഞ് മൂടിയിട്ടുണ്ടായിരുന്ന ഒരു മൗണ്ടെയിൻ എന്ന് പറഞ്ഞില്ലായിരുന്നു. സോ ആ മൗണ്ടെയിനാണ്. ഈ സൈഡിലെ മൗണ്ടെയിൻസിലൊന്നും മഞ്ഞ് കാണുന്നില്ല. അങ്ങോട്ട് നീങ്ങിയിട്ടുള്ള മൗണ്ടെയിൻസിലാണ് മഞ്ഞ് കാണുന്നത് കേട്ടോ. സോ നമ്മൾ റെന്റിന് മറ്റേ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നേക്കോട്ടെ. ഇവിടെ ഭയങ്കര തിരക്കാണ്. ലൈക്ക് നമുക്ക് നോക്കാം ഇന്നത്തെ നമുക്ക്
കാക്ക ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഡ്രസ്സ്? ഞങ്ങള് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ കുറച്ച് തണുപ്പ് കുറവുണ്ട് കേട്ടാ. പിന്നെ ഇവര് എക്സ്ട്രാ നമുക്ക് സോക്സ് തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. ഇത് റെന്റാണ്. സോക്സ് നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് വാങ്ങുന്നതാണ്. സോക്സിന് എക്സ്ട്രാ എത്ര പേ ചെയ്തേ? 100 രൂപ. അല്ല, ഞങ്ങൾക്ക് 2 പേർക്കും കൂടി 200 രൂപ പെർ പേഴ്സൺ 100 രൂപ വെച്ച് പേ ചെയ്തു. ആൻഡ് ഡ്രസ്സ് 2 പേർക്കും കൂടി 500 രൂപ പേ ചെയ്തത്. അപ്പോൾ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നേക്കാണ്. സോ നമ്മളിപ്പോൾ സോളങ് വാലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ സോളങ് വാലിയിൽ കുറേ അഡ്വഞ്ചേഴ്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഈ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് അഡ്വഞ്ചർ ആക്ടിവിറ്റീസിൻ്റെ പാക്കേജസ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ തന്നെ അവർ 1500 2000 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആയിരിക്കും പറയുന്നുണ്ടാവുക. സോ ആ സമയത്ത് നിങ്ങൾ കേൾക്കുന്ന എമൗണ്ടിൽ അപ്പോൾ തന്നെ നമ്മൾ സമ്മതിക്കരുത്. നമ്മൾ ഏറ്റവും കുറച്ച് പറയാൻ പറ്റുന്ന എത്രയാണ് അത്രയും വെച്ച് നമ്മൾ ബാർഗെയിൻ ചെയ്യണം. ബാർഗെയിൻ ചെയ്താൽ മാത്രമാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തപ്പോൾ ഭയങ്കര കോസ്റ്റ്ലിയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് സിപ്പ് ലൈൻ പറഞ്ഞിട്ടുണ്ടായി. സോ സിപ്പ് ലൈൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന എമൗണ്ട് 1500 ആയിരുന്നു. പക്ഷെ നമുക്ക് അത്ര എമൗണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ 700 പറഞ്ഞു. സോ ഒരു 700-ന് ഓക്കെ പറഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ അവർ പറഞ്ഞു 700-ന് തരാം, പക്ഷെ എക്സ്ട്രാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയും കൂടെ എടുക്കണം എന്ന് പറഞ്ഞു. സോ നമ്മൾ യാക്ക് റൈഡും കൂടെ ചൂസ് ചെയ്തു. സോ രണ്ടിനും കൂടെ കൂട്ടിയിട്ട് നമുക്ക് 1400 ആണ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സ്ലിപ്പും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ കൗണ്ടർ നമ്പർ 10 എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അവിടെ പോയി പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെയാണ് ഇത്ര നേരമായിട്ട് നമുക്ക് ഇടയിൽ നടന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം എന്താ എങ്ങനെയാണെന്നൊക്കെ. സിപ്പ് ലൈൻ എങ്ങനെയാണെന്നൊന്നും എനിക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. എന്തായാലും അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ. സോ നമ്മളിപ്പോൾ ഒരു ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇവിടുത്തെ ബ്ലോക്ക് ഭയങ്കര ബ്ലോക്കാട്ടോ. നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 15 മിനിറ്റ് കൊണ്ടൊക്കെ എത്തേണ്ട സ്ഥലത്ത് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ എടുത്താണ് എത്തുന്നത്. സോ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത് ഈ ഒരു സീസൺ ടൈമിൻ്റെ ആയിരിക്കും കേട്ടോ. സോ നമ്മളിപ്പോൾ സോളങ് വാലിയിലേക്ക് പോണ വഴിയാണല്ലോ. സോ ഇവിടെ ഇപ്പോൾ ചെറുതായിട്ട് സ്നോഫോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടത്. നിങ്ങൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. മേ ബി ഇത് കുറച്ചും കൂടെ നന്നായിട്ട് പെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടല്ലേ, ഇന്നലെ രാത്രി ഇതിലും അടിപൊളിയായിട്ടുള്ള സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചെറുതായിട്ട് പെയ്യണുള്ളൂ കേട്ടാ. ആൻഡ് പൈൻ ട്രീസൊക്കെ അവിടെയുള്ള പൈൻ ട്രീസൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മഞ്ഞിൽ മൂടിയാണ് നിൽക്കണത്. മഞ്ഞിൽ ചെറുതായിട്ടുള്ളെങ്കിലും കാണാൻ രസമുണ്ട് കേട്ടാ. ലൈക്ക് ക്രിസ്മസ് ട്രീ ഒക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു ടൈപ്പിലുണ്ട്. കൊള്ളാം. സോ നമ്മൾ പോണ വഴിയിൽ മഞ്ഞ് കാണുന്നത് കുറച്ച് കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ആൻഡ് കുട്ടിയായിട്ട് ചെറിയ രീതിയിലൊരു സ്നോഫോൾ ഉണ്ട്. എന്നാൽ അത് ഇടയ്ക്ക് ഇല്ലാണ്ടാവും, ഇടയ്ക്കുണ്ടാവും. എനിക്കറിയില്ല അത് എന്താ അങ്ങനെയെന്ന്. പക്ഷെ ചെറിയ രീതിയിലൊരു സ്നോഫോൾ ഉണ്ട്. ഇത് കണ്ടോ, ആ പൈൻ ട്രീയിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സ്നോ പിടിച്ചിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു രസം ഈ ഒരു വീഡിയോയിൽ എനിക്ക് പകർത്താൻ പറ്റുന്നില്ല. ഞാൻ ഫോണിൽ നോക്കുമ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് ഭംഗി തോന്നില്ല. പക്ഷെ നേരിട്ടാണ് ഭയങ്കര രസമാണ്. നിലത്തൊക്കെ ഇങ്ങനെ സ്നോ ആയി തുടങ്ങി. നമ്മൾ താഴെ കണ്ടപ്പോൾ ഇത്ര ഉണ്ടായിരുന്നില്ല. അപ്പം മേളിലേക്ക് വരുന്നതനുസരിച്ച് കുറച്ച് കൂടുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴൊക്കെ സ്നോ കൂടി. കണ്ടാ, സ്നോഫോൾ കുറച്ചും കൂടെ കൂടി. സ്നോഫോൾ നമ്മള് നേരത്തെ ആദ്യമേ കണ്ടിട്ട് പിന്നെ നിന്ന് പോയായിരുന്നു. പിന്നെ ഇതിപ്പോ രണ്ടാമത് വീണ്ടും സ്നോഫോള് നല്ല രീതിയിൽ കൂടി കണ്ടിട്ടാ. നമ്മുടെ സൈഡിൽ നിറച്ച് മറ്റേ പൈൻ ട്രീസ് ആയിട്ടാ. കുറച്ചുകൂടി പൊക്കത്തിലാണ് പൈൻ ട്രീസ് ഇരിക്കുന്നത്. സൂമൊറ്റടിക്ക് കുറച്ച്. സോ നമ്മൾ പോകാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പൊ പാർക്കിംഗ് കുറവാണത് കണ്ടില്ലേ. ഉള്ള സമയം ഇവിടെയൊക്കെ നിറച്ച് വണ്ടിയാണ്. കാരണം സീസൺ ടൈമാണ് ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഇപ്പോൾ മഞ്ഞൊക്കെ ഉള്ള ഒരുപാട് ടൂറിസ്റ്റ് ഈ സമയത്ത് വരുന്നുണ്ട്. സോ അതുകൊണ്ട് പാർക്കിങ് കാര്യങ്ങളൊക്കെ കുറവാണ്. സോ നമ്മൾ അങ്ങോട്ട് നടക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് സ്നോഫോൾ ഉണ്ട്. അതുപോലെ ഇവിടെ ഓൾമോസ്റ്റ് നല്ല
സോ നമ്മൾ നിൽക്കുന്ന സ്ഥലം നിറച്ചും മഞ്ഞാണ് കേട്ടോ. ലൈക്ക് പൈൻ ട്രീസിലൊക്കെ മഞ്ഞാണ്. ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതാ ചെല്ലുന്നുണ്ട്. ആ പുള്ളി നമ്മൾ അവിടെ കൊണ്ടുപോയി. സോ നമ്മളിപ്പോ നമ്മുടെ വണ്ടി അവിടെ ഒപ്പിച്ചിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നു ഇവിടുത്തെ തണുപ്പ് സഹിക്കാൻ പറ്റാത്തോ. ഭയങ്കര സ്നോഫോളും ഉണ്ട്. നല്ല രീതിയിൽ സ്നോഫോൾ നടക്കുന്നുണ്ട്. നമ്മുടെ കയ്യൊക്കെ വരയ്ക്കാം. സ്നോഫോൾ ആയതുകൊണ്ട് കണ്ണു പോലും മര്യാദയ്ക്ക് തുറന്നു വയ്ക്കാൻ പറ്റുള്ള കേട്ടോ. പക്ഷെ ഒരു ഗ്ലാസ്സിന് തുറന്നു. സോ നമ്മളിപ്പോ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കാണെങ്കിൽ തണുത്തിട്ടൊന്നും പറയാനും പറ്റില്ല. അവിടെ പോകുന്ന സ്ഥലത്തൊക്കെ മഞ്ഞുണ്ട്. ലൈക്ക് ചെറുതായിട്ട് നോക്കി നടക്കേണ്ടി വരും. കുറച്ച് തെന്നലുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് സ്നോ മഞ്ഞ് തണുപ്പ്? എങ്ങനെയുണ്ട്? സൂപ്പർ. തണുത്തിട്ട് വിറച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാനും ക്യാമറ ഒക്കെ നിന്ന് വിറക്കുക. റോട്ടിൽ കിടക്കുന്ന മഞ്ഞൊക്കെ ചെളിയൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറിലാണ് കിടക്കണം. ഒരു മെനയിലാണ്ട് ഒന്നും പറ്റാത്ത മഞ്ഞാണ്. നല്ല രസമുണ്ട്. അവിടെ എത്തിയിട്ട് കാണാട്ടോ. കാരണം എനിക്ക് അധികം നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. കാരണം ഭയങ്കര കിതപ്പും. ഓൾറെഡി നമ്മളൊരു കയറ്റേ കയറിക്കൊണ്ടിരിക്കണം. അതിൻ്റെതായ ലിബാമൊക്കെ ഇട്ടിട്ട് രക്ഷയില്ല. ചുണ്ടൊക്കെ മരയ്ക്കുക. ഓക്കെ നമ്മള് കുറുക്കുവഴി അടി പോവാണ്. എടാ ഇതുവഴിയാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഈ ഒരു വഴിയായിട്ട് നമ്മളിപ്പോ കയറി പോണേ. നമ്മളിങ്ങനെ കറങ്ങി വരുന്നതിന് പകരം നമ്മൾ ഈ ഒരു കുട്ടി റൂട്ടല്ലല്ലോ, ഷോർട്ട് കട്ടിൽ കൂടെ പോവാണ്. ओके भैया याक राइडिंग कहाँ है? यही कराएंगे आप नॉर्मली एंजॉय ओके आई एम वेटिंग फॉर कार ओके. സോ നമ്മൾ സിപ്പ് ലൈനിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ നോക്കാട്ടോ. നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാൻ വേണ്ടി പോവാട്ടോ. ലൈക്ക് നമ്മൾ കുറേ മഞ്ഞുള്ളൊരു സ്ഥലത്തെ കൂടെയാണ് പോണേ. ഫ്രീസറിൽ കയറിയിരുന്ന അവസ്ഥയാണ് ഗൈസ്. തണുത്തിട്ട് രക്ഷയില്ല. കൈയൊക്കെ വിറച്ചിട്ട് സ്റ്റാൻഡ് പോലും പിടിക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം. Okay, thank you. Upside. Yeah, if we done this, then we come there. Yes, yes. Okay, thank you. ഒന്നാമത് ഈ ബൂട്ട്സ് ഇട്ടുകൊണ്ട് കാല് മര്യാദയ്ക്ക് മടങ്ങണില്ല. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നമുണ്ട്. ഓക്കെ सारी बर्फ खत्म कर दी आपने, सारी झाड़ दी आपने बर्फ. അയ്യോ വെറുതെ ഒരു ക്യൂരിയോസിറ്റിയിൽ കുലിക്കുകയോ ചെയ്താ എല്ലാം കൂടെ നമ്മുടെ വണ്ടിയിൽ. എനിവേ ലെറ്റ്സ് ചെക്ക് എവിടെയാ സിപ്പ് ലൈൻ നോക്കട്ടെ കേട്ടോ. എങ്ങനെയാണ് സിപ്പ് ലൈൻ്റെ എക്സ്പീരിയൻസ്? സൂപ്പർ സൂപ്പർ. ഞങ്ങള് മറ്റേ എന്നെ ഗോപ്രോണ്, എൻ്റെ പേര് ഗോപ്രോയിൽ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായി. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാട്ടോ.
കൈയാക്കിന്റെ പുറത്ത് കയറി ഗായ്സ്. Hello. Che. Ô tay ra đâu đi một sai mà gần nè. Mày ở balance ra đi đâu. എനിക്കിത് അധികം ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് അത്യാവശ്യം ബാലൻസ് ചെയ്യണം ഇതിൽ. മറ്റേ ആക്കിന്റെ കൊമ്പ് വന്ന് എന്റെ മേത്ത് മുട്ടുന്നുണ്ട്. രസമുണ്ടോ ചോദിച്ചാൽ രസമുണ്ട്, പക്ഷെ പേടിയാവുന്നുണ്ട്. അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിരിക്കണം ഗൈസ്. സോ എങ്ങനെയുണ്ട്? അത് പേടിയായിട്ട് പാടില്ല. അവിടെ ഒരാള് കോഴി വിളിക്കണ്ട. അത് വെച്ച് നോക്കുമ്പോ ഞാൻ കുറച്ചും കൂടെ ബെറ്റർ ആട്ടോ. രസമുണ്ടാ, പക്ഷെ പേടിയാവുന്നുണ്ടാ, നല്ല പേടിയാവുന്നുണ്ട്. എന്റെ മുഖത്ത് എന്തോ ആ പേടി കാണുന്നില്ല, എന്താണോ എന്തോ. സോ നമ്മുടെ ഇവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇപ്പം നമ്മൾ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമുക്ക് ടാക്സി ചെന്ന് കയറിയിട്ട് ബാക്കി വിശേഷമൊക്കെ പറയാട്ടോ. അടുത്തോട്ടേക്ക് പോകുമ്പോൾ വിശപ്പിന്റെ വിളി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എത്തിയേക്കാണ്. സോ നമ്മൾ മാഗി കഴിക്കാൻ വന്നേക്കാണ്. തണുപ്പത്തിരുന്ന് മാഗി കഴിക്കാൻ ഭയങ്കര ഫീലിംഗ് ആണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോണ്. ഇന്നലെ ഞാൻ തണുപ്പത്തിരുന്ന് മാഗി ഉണ്ടാക്കി തന്നിരുന്നു. നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടല്ലോ. സോ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ നമുക്ക് എങ്ങനെ കഴിക്കാൻ ഫീലിംഗ് ഉണ്ടോ എന്ന് നോക്കാട്ടോ. ഇന്നലെ അടിപൊളിയായിരുന്നു. നമുക്ക് തണുപ്പത്ത് ചൂടുള്ള എന്ത് ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ സ്പൈസി മാഗി, സ്പൈസി ബ്രെഡ് ഓംലേറ്റ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടുത്തെ സ്പൈസിന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടുത്തെ സ്പൈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പൈസി ആണെന്നുള്ളത് നോക്കാം. സോ ഇനി മാഗി എത്തിയിട്ട് ഞാൻ ഇത് കേട്ടോ ഇവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സോ നമ്മുടെ മാഗിയാണ് ആ കുക്കായിക്കൊണ്ടിരിക്കുന്നത്. ബ്രെഡ് ഓംലേറ്റ് ആയില്ലേ? ഓക്കെ, ബ്രെഡ് ഓംലേറ്റിൻ്റെ തവ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മാഗി ഇവിടെ കുക്കാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇനി നമുക്ക് മാഗി വന്നിട്ട് ബാക്കി കാണാം. ഇവിടെ മഞ്ഞ് കോരണേക്കാളും തണുപ്പ് ഇവിടെ മറ്റേ കാറ്റടിക്കുമ്പോൾ നമ്മൾ നേരത്തേക്ക് എന്തോ കുത്തി കയറുന്ന മാതിരിയാണ്. നിങ്ങൾ ആരെങ്കിലും മണാലിലേക്ക് വരാൻ ഒരു നല്ല ടൈം നോക്കി നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോരാ. ഇപ്പോൾ അടിപൊളി എന്താ പറയുക, സ്നോയ്ക്ക് സ്നോ എല്ലാം ഉണ്ട്. അടിപൊളി വെതറാണ്. സോ ഈ ഒരു നിങ്ങൾ ആരെങ്കിലും പ്ലാൻ ചെയ്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ പോരെ. ഞങ്ങളിപ്പോൾ ഡിസംബർ നമ്മളെന്താ എത്തിയതാ 7. ഓക്കെ, നമ്മൾ ഡിസംബർ 7-നാണ് എത്തിയിരുന്നത്. അന്ന് നമ്മൾ എത്തിയ അന്ന് നൈറ്റ് തൊട്ട് ഇവിടെ സ്നോഫോൾ തുടങ്ങിയതാണ്. അതായത് ഇന്നലെ തൊട്ട് സ്നോഫോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നതാണ്. സോ ഇനിയിപ്പോൾ ഒരു ഡിസംബർ 15 ആകുമ്പോഴത്തേക്കും ഇവിടെ നിറച്ച് സ്നോ ആയിരിക്കും. നല്ല സ്നോഫോൾ ഉണ്ടാവും. പിന്നെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം സ്നോയിൽ നിന്ന് സേഫായിട്ടിരിക്കാൻ പറ്റിയ എല്ലാ ഐറ്റംസും, ജാക്കറ്റ് അതുപോലെ. ഓക്കെ, ഇതവിടെ കുറേ ആൾക്കാർ. ഹലോ, പശു കുത്താൻ വന്നു ഗൈസ്. കണ്ടാ നിപ്പണ്ടാ? ഞാൻ ഇരിക്കുന്ന സീറ്റിന്റെ തൊട്ട് പുറകില് വന്ന് നിക്കണ. ആ കടയിലെ ചേട്ടൻ അതിന് മാറ്റി വിടുന്നുണ്ടാ. നമ്മുടെ മാഗി എത്തി. ഞാൻ മാഗി കഴിച്ചു നോക്കട്ടെ ട്ടാ. നല്ല ചൂടുണ്ട് ട്ടാ. ഇതിനകത്ത് ബീൻസും ക്യാബേജ് ഒക്കെ ഇട്ടുണ്ട്. അടിപൊളിയായിട്ടാ.
ബ്രെഡ് ഓംലെറ്റ് അടിപൊളിയാ. സോ ഓക്കെ, ഞാൻ ഈ മാഗി ഒന്ന് ചൂടാറി പോണതിന് മുന്നേ കഴിക്കട്ടെ. ഇവിടെ പെട്ടെന്ന് ചൂടാറി പോകും. സോ നമുക്കിനി മാഗി കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഒരു പ്ലേറ്റ് മോമോസും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. 5 പീസ് വരുന്ന മോമോസ്. സോ അതിൻ്റെ വെയിറ്റിംഗ് ആണ്. ഓംലെറ്റ് കഴിച്ച് കഴിഞ്ഞു. ഒരു ദിവസം അടിപൊളിയാട്ടോ. തണുപ്പത്തെ ഈ നൂഡിൽസ് ഇങ്ങനെ ചൂടോടെ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ബിരിയാണി കഴിച്ച് കിട്ടുന്ന ഒരു ഫീലിംഗ്. ഇല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബിരിയാണി കഴിച്ച് കിട്ടുകയെന്നല്ല, ബിരിയാണി വേറൊരു ഫീലിംഗ് ആയിരിക്കും. ഇപ്പൊ ചൂടോടുകൂടി ഈ ഒരു സമയത്ത് ബിരിയാണി കഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു നൂഡിൽസ് കഴിച്ചാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് എന്തായാലും ഇഷ്ടമായി. സോ നമ്മുടെ മോമോസ് ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. 5 പീസുള്ള മോമോസും പിന്നെ എന്തൊക്കെയാ എൻ്റെ കൂടെ ചട്നിയാണ്, എന്തോ സോസും, മോമോസിന്റെ സോസും വന്നിട്ടുണ്ട് കേട്ടോ. മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ട്, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. പക്ഷെ ഈ എരിവ് നമുക്ക് സീൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഈ മഞ്ഞത്ത് വരുന്നിട്ട് ചുണ്ടിന്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. സോ അത് കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എരിവുള്ളത് കഴിക്കുമ്പോൾ. പക്ഷെ അല്ലാത്ത പക്ഷെ എരിവ് അത്ര കണ്ട് എരിവൊന്നും ഇല്ല. പക്ഷെ ഈ ചുണ്ട് പൊട്ടിയതുകൊണ്ട് ചെറിയൊരു നീറ്റിലും ബോക്സിലും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമുക്കിത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. നമ്മൾ വേറൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേരെന്നാ ബുജിയാ. ബുജി വേറെ ഒന്നല്ല, നമ്മുടെ നാട്ടിലെ മുട്ട ചിക്കി ഇതാണ് കേട്ടാ. എങ്ങനെയുണ്ട് ടേസ്റ്റ്? അപ്പൊ അതിനെയും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിട്ടോ. ബുജി. സോ നമ്മൾ ഇതോടുകൂടി നമ്മുടെ ഈ കലാപരിപാടി അവസാനിച്ച് നമ്മുടെ വയറൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. ഐ മീൻ നമ്മുടെ വിശപ്പൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഫുഡ് ഇവിടെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങും. ഉപ്പറുണ്ടോ? വേണ്ട, ഉപ്പറുണ്ടോ? നല്ല, എനിക്ക് കുറച്ച് ഉപ്പറവ് തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ടേസ്റ്റിൻ്റെ ആയിരിക്കും. ഓക്കെ, അപ്പം ഇനി നമുക്ക് വണ്ടി കണ്ടുപിടിക്കണം. സോ ഇനി വണ്ടി കണ്ടുപിടിച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ. സോ നമ്മൾ വണ്ടിയൊക്കെ കണ്ടുപിടിച്ച് ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഇവിടുത്തെ ചുറ്റിക്കറങ്ങൽ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമുക്കും കുറച്ച് റെസ്റ്റ് വേണ്ട ടൈമായി. കാരണം മഞ്ഞൊക്കെ അടിച്ചടിച്ച് ജലദോഷമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്കിനി റൂമിലേക്ക് പോവാം. സോ അപ്പോൾ ഇനി നമുക്ക് റൂമിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളാണ്. സോ നമ്മൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും സ്നോഫോൾ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര സ്നോഫോളാട്ടോ. നമ്മൾ ഓൾറെഡി സോളങ് വാലിയിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ദെൻ നമ്മളിവിടെ എത്തിയപ്പോഴാട്ടോ നല്ല അടിപൊളി കട്ട സ്നോഫോൾ വരുന്നത്. നമ്മൾ സോളങ് വാലി എത്തിയ സമയത്ത് അവിടെ സ്നോഫോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സോളങ് വാലിയിൽ നിന്ന് ഇറങ്ങി നമ്മൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ വീണ്ടും സ്നോഫോൾ. ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിൽ മഴ പെയ്യുമ്പോൾ സ്നോഫോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും മിക്കവാറും സ്നോഫോൾ ഉണ്ടാവും. കാരണം ഇനി ഇതിൻ്റെ ആ ഒരു സീസണിൻ്റെ ടൈം ആയേക്കാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ പാക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഇത് മിസ്സായിപ്പോയി. ഇതിൻ്റെ ഞാൻ എന്തൊക്കെയാണ് പാക്ക് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ഇനി പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങുന്ന ടൈമിൽ ഉണ്ടാവും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം വീഡിയോ എടുക്കാം കേട്ടോ. സോ നമ്മൾ ഇവിടെ പുറത്തിറങ്ങി. ഇവിടെ നല്ല സ്നോഫോളാണ് കേട്ടോ. വരച്ചിട്ടും പാടില്ല. ലൈക്ക് ഇതിപ്പോൾ നമ്മൾ കട്ടി കൂടുതൽ ഇതിന് ഭയങ്കര കട്ടി കൂടുതലുള്ളത് തോന്നുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചും കൂടെ കട്ടി കൂടുതലുണ്ട്. മറ്റേ സ്നോ എനിക്കാണ് വരച്ചിട്ട് പറയാനും പറ്റുള്ളൂ. സ്നോയുടെ ഷേപ്പൊന്നുമല്ല. ഭയങ്കര രസമുണ്ടോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. എൻ്റെ കണ്ണിലേക്കൊക്കെ വന്നു കാരണം. സോ ഗുഡ്. എങ്ങനെയുണ്ട് സ്നോ? തണുക്കുണ്ടോ? ഞാൻ വിറക്കിയായിരുന്നു. നമ്മുടെ റൂമിലെത്തി. സ്നോഫോളിന് ഒരു കുറവില്ല കേട്ടോ. പുറത്തതേ ഇപ്പോഴും നല്ല സ്നോഫോളാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ശരിക്കും വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് ശരിക്കും ഈ സ്നോഫോൾ ഇങ്ങനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അതൊരു വല്ലാത്ത രസമാട്ടാ.
നമുക്ക് ഈ മഴത്തുള്ളിയില്ലേ, മഴത്തുള്ളി ഇങ്ങനെ സ്ലോ മോഷനായിട്ട് താഴേക്ക് വരുമ്പോഴുണ്ട്. ഭയങ്കര രസമാണ് കാണാൻ. പക്ഷെ എനിക്ക് ഇവിടുത്തെ സ്നോയിൽ ഒരിക്കലും മറ്റേ സ്നോയുടെ ഷേപ്പില്ലേ, കറക്റ്റ് ആ ഷേപ്പ് ഞാൻ ഇതുവരെ കണ്ടില്ല കേട്ടോ. എല്ലാം കുറച്ചും കൂടെ കുറച്ചും കൂടെ കട്ടിയിലാണ് ചാടുന്നത്. പക്ഷെ രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഏറ്റവും രസം എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ പൈൻ ട്രീയിൽ ഇങ്ങനെ ഈ സ്നോ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കില്ല, അപ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ. ഓൾറെഡി എനിക്ക് കുറച്ച് വയ്യായികകൾ വന്ന പോലെ ഉണ്ട്. ലൈക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരു കരകരപ്പും ജലദോഷവും ഒക്കെ ഉണ്ട്. ജലദോഷം പിന്നെ ഇന്നലെ തൊട്ടേ വലിക്കുന്നുണ്ടായിരുന്നു. തൊണ്ടയ്ക്കും ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഇച്ചിരി കട്ടനിട്ട് കുടിക്കട്ടെ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ കറങ്ങൽ പരിപാടികളൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നാളെയാണ് ബാക്കി കറങ്ങൽ പരിപാടികളുള്ളത്. നാളെ നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യും. അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ സ്ഥലത്ത് പോകാനുണ്ട്. സോ ആ സ്ഥലങ്ങളെ കണ്ടിട്ട് നമ്മൾ നേരെ ബസ് കയറി ഡൽഹിയിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് നമ്മൾ ട്രെയിൻ പിടിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകും. സോ അത്രയാണ് ഇനിയുള്ള പരിപാടി എന്ന് പറയാനുള്ളത്. ഇനി എന്താ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മൾ ഡ്രസ്സ് മാറുന്നതെന്ന് വെച്ചാൽ ഈ ഡ്രസ്സ് ഇനി മാറാനുള്ള ഇത് നമുക്കില്ല. സോ നമ്മൾ ഇത്ര നേരം ഈ ഡ്രസ്സിലല്ല നടന്നത്, നമ്മൾ മറ്റ് ഡ്രസ്സ് ഇട്ടേക്കല്ലായിരുന്നു. സോ ഈ ഡ്രസ്സിൽ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒരു ജാക്കറ്റും കൂടെ എടുത്തിരുന്ന കാരണം അത്രത്തോളം തണുപ്പായിട്ടുണ്ട്. ആൻഡ് നമുക്കൊരു കട്ടൻ കുടിക്കണം, എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അത് കഴിക്കണം. ആൻഡ് രാത്രി ആകുമ്പോൾ ഡിന്നർ കഴിക്കണം. വീഡിയോസൊക്കെ ഇച്ചിരി എഡിറ്റ് ചെയ്യാനുണ്ട്. സോ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ബാഗ് പാക്ക് ചെയ്ത് വെക്കണം. നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുക്കുക, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് പാക്ക് ചെയ്ത് വെക്കണം. സോ ഇത്രയാണ് ഇന്നത്തെ പരിപാടികൾ എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് നാളത്തെ ബാക്കി വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം. സോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ